ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ്, വിസ വേണം UAE പോകാൻ. ആൻഡ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് വിസയുടെ ആവശ്യമില്ല. ബട്ട് ഹീ കെപ്റ്റ് നോൺ സ്റ്റോപ്പ് കോളിംഗ് ആസ്കിങ് ഫോർ ദിസ് ഡൗട്ട്. അപ്പോഴും ഐ എം ആക്ച്വലി കറക്റ്റിംഗ് ഹിം. നോ നോ യു ഡോണ്ട് നീഡ്. Then we became good friends because he had some business stuff to do in Muscat through Shiv Shankar sir. So he often calls me to his official bhavanam. And he tells me I don't go there alone. Not even once I've gone alone because I know that he has another disease. Appo aa rogam ullonde enikku I don't want to be subjected to it because I'll slap him. ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, രണ്ടുപേരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പ്രൂഫും ഉണ്ട് എൻ്റെ കയ്യിൽ. സോറി പറഞ്ഞ് ഇങ്ങോട്ട് മെസ്സേജസും അയച്ചിട്ടുണ്ട് രണ്ടുപേരും. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ സാർ ഇസ് വെരി ഡേർട്ടി ബിക്കോസ് എൻ്റെ യങ്ങർ ബ്രദറിൻ്റെ ഒരു കേസ് വന്നപ്പോൾ വെൻ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് കേസ് മീൻസ് മാരേജ് ഇഷ്യൂ, ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഇസ് സ്വപ്ന സുരേഷ് ബ്രദർ, ഹി സെഡ് ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദറ്റ് ബോയ് ബിക്കോസ് കിട്ടിയിട്ടില്ലല്ലോ, അയാളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, മതിമറന്ന് ജീവിക്കുന്നതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെ അടുത്തൊക്കെ നമ്മളുടെ UAE കോൺസുലേറ്റിന്റെ ഫംഗ്ഷന് വരാൻ പ്രോട്ടോകോൾ ഒന്നും ഇല്ലാതെ ജസ്റ്റ് വിളിച്ചങ്ങ് പറഞ്ഞാൽ മതി, പ്ലീസ് കം, ദേ വിൽ കം. P. Sreema Krishnan സാർ 7 മണിക്കാണ് ഫംഗ്ഷൻ എങ്കിൽ 6 മണിക്കേ വന്ന് അവിടെ ഇരിക്കും ജസ്റ്റ് കാണാൻ വേണ്ടി. അങ്ങനത്തെ ആൾക്കാരാണ്. ഒഫീഷ്യൽ ഭവനത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല. അപ്പോൾ ഹി വിൽ കോൾ ആൻഡ് ടെൽ മീ കം 10 minutes early. Then you tell your family to come. Then you tell Shiv Shankar sir to come. I keep telling Shiv Shankar sir how dirty these people can be. ഇവരെപ്പോഴെങ്കിലും സ്വപ്നയുടെ വീട്ടിലേക്ക് വരാനുള്ള ശ്രമം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും? അവരെന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ സാർ ഒരു പ്രോട്ടോകോളും ഇല്ല, ഒരു പെർമിഷനും ഇല്ലാതെ മമ്മിയുടെ വീട്ടിൽ അവിടെ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ വന്നിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ച് കുറെ നേരമൊക്കെ ഇരുന്നിട്ട്. ഇതെല്ലാം ഈ ഉദ്ദേശത്തോടെയാണ്, അല്ലാതെ വേറെന്ത് ഉദ്ദേശം? പിന്നെ മകന് ജോലി വേണമായിരുന്നു UAE-യിൽ, അതൊരു ഉദ്ദേശം. പക്ഷെ മെയിനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയും ഡേർട്ടി ഫ്രസ്ട്രേറ്റഡ് ഫിൽത്തി പീപ്പിൾ, ബോത്ത് ഓഫ് ദം ലൈക്ക് കോളേജ് പിള്ളേർ. മറ്റാരെങ്കിലും, നിരവധി മന്ത്രിമാരുണ്ടല്ലോ, മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള? തോമസ് ഐസക് സാർ ഡയറക്റ്റ് അല്ല, പക്ഷേ ഹി വാണ്ടഡ് ടു ടേക്ക് മീ ടു മൂന്നാർ after the Alappuzha boat race or something. He said we'll take you to Munnar, it's a beautiful place. Why should he take me to Munnar? I also can go to Munnar. UAE എന്ന് വരുന്ന അറബികൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് മൂന്നാർ. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് doesn't have to take me. ഈ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ നേരത്തെയുള്ള ഒരു വലിയ പ്രബലമായ കേസുണ്ട്, സോളാർ കേസ്. സോളാർ കേസിൽ സരിത ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഈ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്നത്. തുടർന്ന് അവരോട് ആവശ്യപ്പെടുന്നത് മറ്റു പല കാര്യങ്ങളുമാണ്, അവരെ സ്പോയിൽ ചെയ്യുന്നു. ഈ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്ന സ്ത്രീകൾക്കെല്ലാം ഇത്തരത്തിലുള്ള നീചമായ അനുഭവങ്ങൾ സ്പോയിൽ ചെയ്തില്ല എന്നല്ല, അങ്ങനെ അപ്രോച്ച് വരുന്നു. എനിക്ക് അങ്ങനത്തെ ഇന്റൻഷൻസ് ഇല്ലല്ലോ. എനിക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട്സും കാര്യങ്ങളുമായിട്ട് എനിക്ക് അവരെ ബെഡ്റൂമിലും അവരുടെ വീട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല. ഐ സെഡ് ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രണ്ട്സ്. ഒരു സ്ത്രീയും പുരുഷനും എല്ലാവരും കൂടി ഇരുന്ന് കള്ളു കുടിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, സ്പീക്കർ അദ്ദേഹത്തിന്റെ ഗസൽ പാട്ടുകളും അതുമൊക്കെ കേൾക്കുന്നു. മീൻ ദാറ്റ് ഡസന്റ് മീൻ ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ഓർ ഇറ്റ് ഇസ് എ കൺഫർമേഷൻ ദാറ്റ് ഐ വുഡ് ഗോ ടു ഹിസ് ബെഡ്റൂം. See, when I have personal intentions, maybe I will take reports. ഞാൻ ആരെയും കോട്ട് ചെയ്ത് പറയുന്നതല്ല. I'm not interested in talking about other characters. അവരുടെ സത്യം എന്താണ്, അവരുടെ തെറ്റെന്താണെന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു പ്രോജക്റ്റുമായിട്ട് ആരുടെയും വീട്ടിൽ പോയിട്ടില്ല. ആരെയും ജോലിക്ക് എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ കുടുംബത്തിൽ നിന്നോ വെച്ചിട്ടില്ല. എനിക്ക് അവരുടെ മുമ്പ് തലചൊറിഞ്ഞ് കുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസരം ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. I was only doing their work, their request, whatever they wanted me to, like P. Sreema Krishnan's bag or whatever. All that went through the official requirements. പക്ഷെ അദ്ദേഹം നമ്മളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും, കള്ളുകൂടി, ഫോട്ടോസ് എടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു ട്രഷർ ഇറ്റ് ആസ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, നൈസ് ഫ്രണ്ട്ഷിപ്പ്, ബിക്കോസ് എൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് ഇവർക്ക് ഒരു സ്ത്രീയെ കാണുമ്പോൾ മറ്റു രീതിയിൽ ചിന്ത വരുള്ളൂ. എന്നാലും ഞാൻ എന്നെ റേപ്പ് ചെയ്തു, എന്നെ പീഡിപ്പിച്ചു, ഞാൻ എൻ്റെ മരണം വരെ ഞാൻ അത് പറയില്ല. ബിക്കോസ് പീഡനം ഡസൻറ്റ് ഹാപ്പൻ വൺ വേ. ഇറ്റ് ഈസ് യു ഓൾസോ ബിക്കം എ പാർട്ടി ടു ഇറ്റ് ആൻഡ് യു സേ ഓക്കെ. അല്ലാതെ നോബഡിക്ക് നമ്മളെ കടന്ന് കയറി പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവരെ നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ട്, വാട്സ്ആപ്പ് ചാറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ് ഇസ് ദർ. ഇഫ് ഐ എം സേയിങ് ആൻ ആൽഫബറ്റ് ദാറ്റ് ഇസ് റോങ്, ലെറ്റ് ദം പ്രൂവ് ഇറ്റ്. ഈ ശിവശങ്കർ സാറിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ലേ? 100%. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മറുപടി? മിനിസ്റ്റർ അല്ലേ, സ്പീക്കർ അല്ലേ, പോട്ടെ, കാര്യങ്ങളുള്ളതല്ലേ. മൗനസമ്മതമാണോ എന്തിന്റെ? ശിവശങ്കർ സാർ നടന്നോട്ടെ എന്നുള്ളൊരു മൗനസമ്മതമാണോ? ഹി നോസ് മൈ ക്യാരക്ടർ. അറ്റ കൈക്ക് അടി കൊടുക്കും. അടി കൊടുക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ?
അടി അയാൾ ചീത്ത വിളിച്ചിട്ടുണ്ട്. അടുത്ത് ചെന്ന് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയല്ല കത്തിയെടുത്ത് കുത്തേണ്ടി വരുമായിരിക്കും. ബിക്കോസ് ദേ ആർ ഫ്രസ്ട്രേറ്റഡ് പെറ്റ്സ്. അതെ, ഇത് പറയുമ്പോഴൊക്കെ മന്ത്രിസഭയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു മന്ത്രിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, KT ജലീലിനെ കുറിച്ചിട്ട്. അതൊരിക്കൽ വലിയ വെളിപ്പെടുത്തലുകൾ ഞാൻ നടത്തും എന്നുള്ള ഭീഷണി വരെ വന്നിരുന്നു. പിന്നീട് ആ ഒരു കാര്യത്തിലേക്ക് പോയില്ല. കാര്യത്തിലേക്ക് പോയില്ല എന്നല്ല, ബിക്കോസ് അത് കേസിന്റെ ഭാഗമായോണ്ട് പറ്റുന്നതൊക്കെ KT ജലീൽ സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഹി വാസ് എന്റർടൈനിങ് ഈവൻ തീവ്രവാദം. ഹി വാസ് എന്റർടൈനിങ് എവറിഥിങ്. വേർ ഡിഡ് ഹി ഗോ? He has that caliber to spoil Kerala Madhyamam of his own state. He can stoop down to that level. He can stoop down to any level. But his stooping down level എന്ന് പറയുന്നത് സ്ത്രീ വിഷയമല്ല. Only that's a different ball game. അതുകൊണ്ട് KT ജലീൽ സാറൊന്നും ഇവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. 100% അന്വേഷണം നേരായ രീതിയിൽ പോകുമെങ്കിൽ, എൻ്റെ കൊക്കിൽ ശ്വാസം കൊണ്ട് ഇവരെന്നെ കൊന്നില്ലെങ്കിൽ ഇത് ഒരു കരയ്ക്ക് എത്തും. പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, മരണഭയമുണ്ട്, എപ്പോൾ വേണമെങ്കിലും പോവാം. ചീഫ് മിനിസ്റ്ററിനെ പോലെയുള്ള ഈ ഞാൻ പറഞ്ഞില്ലേ, ഐ ആം ഗോയിങ് ടു ബാംഗ്ലൂർ സൂൺ. ഈ മുഖ്യമന്ത്രി തുടരുന്നിടത്തോളം കാലം കേരളത്തിൽ ഞാൻ സേഫ് അല്ല, എൻ്റെ കുടുംബം സേഫ് അല്ല. പട്ടാപ്പകല് പയ്യൻ ഒരു വ്യക്തിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. അട്ടപ്പാടി കണ്ടിട്ടില്ലാത്ത ഒരു പാവപ്പെട്ട പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട ഒരു ഹോട്ടലുകാരനെ, ഒരു വാച്ച്മാനെ ഇല്ലാത്ത കേസിൽ കൊടുക്കുന്നു. ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വക്കീൽ കൃഷ്ണരാജ് സാറിൻ്റെ പേരിൽ കേസ് എടുക്കുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ബിക്കോസ് ഹി കനോട്ട് ബി പർച്ചേസ്ഡ്. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന തേർഡ് റേറ്റ് ഗുണ്ടായിസം ചെയ്യാൻ പറ്റുന്ന പോലീസ് പോലും നായ്ക്കളെ പോലെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ബേറ്റ്സ് എടുത്ത് കഴിച്ചിട്ട്, ബിസ്ക്കറ്റ് പീസുകൾ കഴിച്ചിട്ട് കിടക്കുന്നതെന്നാണ് ഐ ഫീൽ. അപ്പം അങ്ങനെയുള്ള മുഖ്യമന്ത്രി തുടരുന്ന കേരളത്തിൽ ജീവന് ഭയമുണ്ട്. പിന്നെ എന്തോ ഒരു ധൈര്യത്തിൻ്റെ മേളിൽ, ഇദ്ദേഹത്തിൻ്റെ മേലെയാണല്ലോ ദൈവം. ഇദ്ദേഹം ദൈവം ആയില്ലല്ലോ, ഇദ്ദേഹം വെറും ഒരു മുഖ്യമന്ത്രി. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉണ്ടാവില്ല, എനിക്ക് ജീവിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല, എനിക്ക് കിടക്കാൻ വീടുണ്ടാവില്ല എന്നും ഇവർ ചെയ്യും. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഇറ്റ്സ് നോട്ട് സേഫ് ഹിയർ. ഏത് സമയവും കൊല്ലപ്പെടാം. പക്ഷെ കൊന്നാലും ഐ ഹാവ് ഗിവൺ ഓൾ ദി എവിഡൻസസ് ടു മൈ ലോയർ and to other people, it will come out. ഈ ലോയറിന്റെ കാര്യം പറയുമ്പോഴാണ് സ്വപ്നയെ കുറിച്ച് പറയുന്ന ഒരു ആരോപണം. സ്വപ്നയെ സംരക്ഷിക്കുന്നത് HRDS ആണെങ്കിലും അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നിട്ട് ആ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടക്കുന്നത് സ്വപ്നയുടെ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നാണ് പൊതുവിൽ ഒരു ആരോപണം ഉയർന്നത്. Tell me which രാഷ്ട്രീയം? BJPയുടെ ഒരു കൈയുണ്ടെന്നാണ്. Tell me which BJP? Which BJP guy? During the elections time, it was this BJP guy who was going on screaming, Swapna Sundari, Swapna Sundari, Swapna Sundari. Which BJP guy put his hand on me? Which BJP is protecting me? It's a coincidence. I don't care Krishnaraj sir is BJP or RSS or whatever it is. He knows this is the truth. Being my lawyer, he has studied the case. Angane, it's very fortunate that I found a blessing like that. He is a blessing to us. Somebody is still there in Kerala who has the guts to talk the truth and fight for a cause. He is BJP or he is putting like what Ganesh sir പറഞ്ഞത് മാതിരി കുറെ മാലയുണ്ട് അതിൽ തൂങ്ങിച്ചാവാം. ഇങ്ങനത്തെ പെത്തറ്റിക് ആൾക്കാർ പറയണ പോലെയല്ല. അയാൾ മാല ഇട്ടാലോ അയാൾ കുറി ഇട്ടാലോ ഇനി അയാളുടെ സ്വിമ്മിംഗ് സൂട്ട് ഇട്ടാലോ ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഹി ഈസ് എ പ്രൊഫഷണൽ ലോയർ ആൻഡ് ഹി ഹാസ് ദ ഗട്ട്സ് ടു ബ്രിങ് ദ ട്രൂത്ത് ആൻഡ് ഹി നോസ് ഹിസ് പ്രൊഫഷൻ വെരി വെൽ ആൻഡ് ഹി ഹാസ് സോ മെനി ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ആൻഡ് ഐ എം ഷുവർ ഇഫ് ഹി സ്റ്റിക്സ് ഓൺ ടു ദ വക്കാലത്ത് ഐ എം ഷുവർ ഐ വിൽ ബി ഏബിൾ ടു ടെൽ ദ ട്രൂത്ത് ഓർ ദ ട്രൂത്ത് വിൽ കം ഔട്ട്. പിന്നെ HRDS എന്നെ ഇങ്ങോട്ട് അനിലെന്ന് പറഞ്ഞൊരു വ്യക്തി വഴിയാണ് എനിക്ക് ജോലി തന്നത്. ജോലി തന്നാൽ ജോലി പോയില്ലേ? അവരുടെ പേരിൽ 10,000 കേസുകളും എടുത്ത് അവരെ നശിപ്പിച്ചു, അവരെ ഇറക്കി വിട്ടില്ലേ? എന്നെ അവർ എന്തുവാ ചെയർപേഴ്സൺ വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞു. മെനഞ്ഞാന്നോ നാലാന്നോ ആരും ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് റെസിഗ്നേഷൻ ലെറ്റർ അയച്ചു തന്നിട്ട് പറഞ്ഞു അതൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കാൻ. ബിക്കോസ് അവർക്ക് ഉപദ്രവം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഐ ഹാവ് നോ കോൺടാക്ട് വിത്ത് ദം.
അപ്പോൾ ആരാ എൻ്റെ കൂടെ നിൽക്കുന്നത്? ഏത് HRDS, ഏത് BJP? I don't know. BJP I know, Lotus. BJP I know, most respected Prime Minister Modi ji. Other than that, I don't know anybody from Kerala. Who came forward? Nobody came forward to help a woman. ഈ രാഷ്ട്രീയത്തിനെ കുറിച്ച് ഏതെങ്കിലും ഒരു BJPയിലെ സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു തരാൻ ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ സഹായിക്കാനോ ഒരു വാഗ്ദാനം തരാനോ? കുറെ സ്ത്രീകൾ സാരിയും ചുറ്റി ഇറങ്ങുമല്ലോ ഫെമിനിസം എന്നും പറഞ്ഞ്, ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞ്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു നന്മ തോന്നി വന്നോ എൻ്റെ മക്കളടുത്തൊന്ന് സംസാരിക്കാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ? So don't talk about this nonsense, രാഷ്ട്രീയം and all that. ഈ ആത്മകഥയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവുമോ? ഇങ്ങനെയായിരിക്കും? 100% ഉണ്ടാവും. ബ്യൂട്ടിഫുൾ, എക്സൈറ്റിംഗ്. അതെനിക്ക് തോന്നുന്നില്ല ഒരു 100 പേജിൽ തീരുമെന്നും. ഇറ്റ്സ് ഗോയിങ് ടു ബി ബ്യൂട്ടിഫുൾ. ഇറ്റ് വിൽ. രസകരമായിരിക്കും അതോ? It will be explosive. It will explode. പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. ഒരുപാടുണ്ടാവും, ഒരുപാട്. Let's see.